വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ റോബസ്റ്റ പഴം വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി പഴുത്ത 3 റോബസ്റ്റ പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. മൈദാമാവിന് പകരം 1 കപ്പ് ഗോതമ്പ് മാവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തുന്നത്. ഇതൊന്ന് സ്മൂത്തായി അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് അധികം പരത്തേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മാവ് കൂടെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോബസ്റ്റ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.